the greatest lie has ever been spoken to mankind. മനുഷ്യവംശത്തോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത്, നമ്മൾ ഈ പരിശുദ്ധിയിലേക്ക് വളരാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഈ അവസാന കാലഘട്ടങ്ങളിൽ യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്കുള്ള ഏറ്റവും ലളിതവും സുഗമവും ഏറ്റവും ശ്രേഷ്ഠവുമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ 2 ഉത്ഭവ നീതിയും ഉത്ഭവ വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുത്ത് അവൻ ആദ്യമുണ്ടായിരുന്ന സന്തുലിതമായ ആ സമന്വയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ദൈവത്തിൻ്റെ സ്വന്തം മക്കളെ, നിങ്ങളെ ആ ദൈവിക പൂർണ്ണതയിലേക്ക്, തൻ്റെ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് വിളിക്കുന്ന ആ ദൈവത്തിന് നമുക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാം. ഇന്ന് നമ്മൾ കൊരിന്തോസർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിലും കൃപയും സമാധാനവും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, പൗലോസ്ലീഹ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട്, നമ്മളുടെ വിളിയിനും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായി ദൈവവചനം പറയണം. നമ്മൾ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിളി എന്താണെന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ, ഒരു ക്രൈസ്തവ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ എല്ലാ ആധ്യാത്മിക കർമ്മങ്ങളുടെയും സാധനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം വിശുദ്ധിയായിരിക്കും. കാരണം നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരാണ്. സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധരായേ പറ്റൂ. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, നമുക്കൊക്കെ വിശുദ്ധരാകാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇന്ന് ലോകത്തിൽ പറയപ്പെടുന്നത് ദ ഗ്രേറ്റസ്റ്റ് ലൈ ഹാസ് എവർ ബീൻ സ്പോക്കൺ ടു മാൻകൈൻഡ്. മനുഷ്യവംശത്തോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത്, ഏദൻ തോട്ടത്തിലൊരു നുണ പറഞ്ഞു, എന്നാൽ 2-ാമത്തെ ഒരു നുണ എന്ന് പറയുന്നത്, ദൈവം നമ്മളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണരാകണം, പരിശുദ്ധരാകണം. സാത്താൻ പറയാണ് ഇംപോസിബിൾ, നടക്കില്ല. ഇന്ന് നമ്മളെല്ലാം ഇത് വിശ്വസിച്ച് നടക്കുന്നവരാണ്. കാരണം നമ്മളിത് കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുമോ, ഇങ്ങനെ ദൈവത്തെ പോലെയൊക്കെ ആകാൻ സാധിക്കുമോ? ഇതൊക്കെ നടക്കണ കാര്യമാണോ? പ്രിയമുള്ളവരെ, ഇതിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. ഓക്കെ, നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയണം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ നമ്മൾ ഒരു യാത്രയിലാണ്. ഓക്കെ, കഴിഞ്ഞ ആളുകളിലൊക്കെ നമ്മൾ കുറേ വിശ്വാസത്തിൻ്റെ മറുതലങ്ങൾ നമ്മൾ പരീക്ഷിച്ചിരുന്നവരാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ രോഗങ്ങളിലും കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും പരീക്ഷകളിലൊക്കെ നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം വെച്ച് കുറേ കാര്യങ്ങളൊക്കെ നടത്തിപ്പോന്നു. പക്ഷേ നമ്മളിപ്പോഴും ആ വിശ്വാസത്തിനെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർക്കാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, യു ആർ ഡീവിയേറ്റഡ് ഫ്രം ക്രൈസ്റ്റ് ആൻഡ് ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു പ്രാരംഭഘട്ടത്തിൽ ചില വിശ്വാസം സംഭവിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ദൈവം അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ പ്രവർത്തിക്കും. ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഉദ്ദേശം നമ്മുടെ വിശ്വാസത്തിൽ വളരുക എന്നുള്ള, വിശ്വാസത്തിൽ വളരുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ വിശ്വാസത്തിൽ വളരുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ പരിപൂർണതയിൽ ഭാഗഭാഗാകും. ഇതിന് നമ്മൾ വിശ്വാസം വഴി, നമ്മൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾക്കത് സാധ്യമാകും. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നൊവേനയും പ്രാർത്ഥന എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ പോരാ. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കണം. ഇതിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഇത് പാപത്തിന് അടിമപ്പെട്ടു പോയ മനുഷ്യന് ഈ ഒരു കാര്യം സ്വമേധയ അവൻ്റെ കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ അവൻ്റെ പ്രാർത്ഥന കൊണ്ടോ സാധ്യമല്ല. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്.
ഇവിടെയാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ കാരുണ്യത്തെ നമ്മൾ പ്രഘോഷിക്കേണ്ടത്. കാരണം മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് സാധ്യമല്ല. റോമ 9:16 പറയുന്നുണ്ട്, മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. കാരണം നമുക്കൊരിക്കലും നമ്മുടെ പ്രയത്നം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ പരിപാടികൾ കൊണ്ട് ഇത് സാധ്യമല്ല. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മൾ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം മനുഷ്യൻ്റെ ഒരു സൽപ്രവൃത്തി കൊണ്ടും നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും നമ്മുടെ ഒരു വിശ്വാസ പ്രവൃത്തി കൊണ്ടും നമുക്ക് ഈ പരിശുദ്ധമായ പരിപൂർണ്ണ സ്വന്തമാക്കാൻ സാധ്യമല്ല. സോ ദാറ്റ് ഈസ് വൈ വി നീഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ഈ പരിശുദ്ധിയിലേക്ക് വളരാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ സ്നേഹപൂർണത, പരിശുദ്ധിയുടെ പൂർണ്ണത, ദൈവീക പൂർണ്ണത നമ്മൾ സ്വന്തമാക്കുവാൻ നമുക്ക് വേണ്ട 2 പ്രധാനപ്പെട്ട ഘടകമാണ്. ഒന്ന് പരിശുദ്ധ അമ്മ, 2 പരിശുദ്ധ കുർബാന. ഈ 2 കാര്യങ്ങൾ പെന്തക്കോസ്ത സഭ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നു, അല്ലെങ്കിൽ ഇത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പ്രഘോഷിക്കുന്നൊരു സഭയുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മൾ പരിശുദ്ധ കാരണം അവരെപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ വിശ്വാസം വഴി നമ്മൾ രക്ഷപ്പെടുന്നു. വിശ്വാസമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. വിശ്വാസം വഴി കൃപയാൽ നമ്മൾ രക്ഷപ്പെടുക, അല്ലാണ്ട് വെറും വിശ്വാസം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല. വിശ്വാസം വഴി ദൈവകൃപയാലാണ് നമ്മൾ. ഈ കൃപ എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ കൃപ നമുക്ക് ലഭ്യമാകുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. 2, ഈ പാപത്തിൽ മുറിവേറ്റ് കിടക്കുന്ന അധപ്പതിച്ചു പോയ മനുഷ്യവംശത്തിന് ഈ പരിശുദ്ധി സ്വന്തമാക്കാൻ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. We cannot even imagine that we can be saints. അതുകൊണ്ടാണ് നമ്മൾ കത്തോലിക്ക സഭയിൽ മാത്രമേ ഈ വിശുദ്ധരുള്ളൂ. ഈ വിശുദ്ധരെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വിശുദ്ധരെ സഭയിൽ നമ്മൾ പറയുന്നത് അത് ചുമ്മാ ആകുന്ന ആൾക്കാരല്ല. അതിസ്വാഭാവികമായ ഒരു ജീവിതത്തിലേക്ക് വന്നിട്ടാണ് അവർ വിശുദ്ധന്മാരാകുന്നത്. അപ്പം ഇതിനെല്ലാം ഇന്ന് ലോകം നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്നൊരു ലോകത്തിൽ വിശുദ്ധർ, മാതാവ്, കുർബാന, പൗരോഹിത്യം, ഇതൊക്കെ മറ്റ് സഭകൾ വളരെ കർക്കശമായിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ എന്താണ് യഥാർത്ഥ സഭ, എന്താണ് യഥാർത്ഥ വിശ്വാസം, എന്താണ് യഥാർത്ഥ സുവിശേഷം, ആരാണ് ക്രിസ്തു എന്തിനു വന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വളരെ വ്യക്തതയുണ്ടാവണം. അതുകൊണ്ട് ഒരുപക്ഷെ ദൈവം അനുവദിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഒരുപക്ഷെ നമ്മുടെ തന്നെ വീഴ്ചയാണ്. കത്തോലിക്ക സഭ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി. നമ്മളിപ്പോഴും ഇങ്ങനെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എഫർട്ടും നമ്മുടെ സമ്പത്തും നമ്മുടെ വിശ്വാസവും നമ്മുടെ എനർജിയെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് കുറേ സംവിധാനങ്ങളൊക്കെ ആയി. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഓൾ ദ എനർജി ആൻഡ് മണി ആൻഡ് ഓൾ ദ നോളജ് നമ്മളിതിനു വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് വി വെരി ബാഡ്ലി വളരെ സുവിശേഷം, ഈ കരുണ, ഈ ആത്മരക്ഷയെക്കുറിച്ച് പ്രഘോഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒത്തിരി വീഴ്ചകൾ വന്നുപോയി. അവിടെ പെന്തക്കോസ്ത് സഭക്കാർ കയറി വന്ന് കുറേ സുവിശേഷ പ്രഘോഷമൊക്കെ നടന്ന് നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ അവസാന കാലഘട്ടങ്ങളിൽ എത്തുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയില്ല, അവിടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പൂർണ്ണതയില്ല. ആ പൂർണ്ണത നമ്മൾ കത്തോലിക്ക സഭയിലേ കിട്ടുള്ളൂ. ആ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പരിശുദ്ധ അമ്മ. കാരണം യേശുവിനെ വളർത്തിക്കൊണ്ടുവന്ന, യേശുവിനെ ആ ദൈവത്തിൻ്റെ പൂർണ്ണതയിലുള്ള മനുഷ്യനെ പൂർണ്ണമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന പരിശുദ്ധ അമ്മ. ആ മൂശയിലാണ് യേശു ജനിച്ചത്. ആ മൂശ കാൽവരി മലയിലെ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ നമുക്ക് നൽകുന്നത് നിൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട്. കാരണം നിനക്കിതുപോലെ അമ്മ ആവശ്യമാണ്. കാരണം ഈ പരിശുദ്ധി പൂർണ്ണീകരിക്കാൻ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മേനെയൊക്കെ വിളിക്കുന്നത് ഈ പറഞ്ഞതുപോലെ മാർക്ക് കിട്ടാനായിട്ട്, ക്വസ്റ്റ്യൻ പേപ്പർ പാസ്സാകാനായിട്ട്, വിസ കിട്ടാനായിട്ട്, ജോലി കിട്ടാൻ വേണ്ടി മാതാവിൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ടാണ് മറ്റ് സഭക്കാരെ മാതാവിനെ കുറ്റം പറയും. പക്ഷേ മാതാവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉദ്ദേശം ഈ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഈ ലോകത്ത് കുറേ ദേവിമാരും ദേവന്മാരൊക്കെ ഉണ്ടല്ലോ. ദുർഗാദേവിയുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്, ഇങ്ങനെ ലോകം വെച്ചിരിക്കുന്ന കുറേ ദേവിമാരുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും പരിശുദ്ധ അമ്മേനെ യേശു ക്രിസ്തു കാൽവരി മലയിലെ കുരിശിൽ വെച്ച് നമുക്ക് നൽകിയത് നമുക്ക് മാർക്ക് കിട്ടാനും കല്യാണം നടക്കാനും എന്ന് വേണ്ടിയിട്ടല്ല. നമ്മൾ അവനെ പോലെ പൂർണ്ണത പ്രാപിക്കണം. ആ പൂർണ്ണനായൊരു മനുഷ്യനെ രൂപപ്പെടുത്തിയ ഒരു അച്ച്, ദൈവം കണ്ടെത്തിയ ഒരു അച്ച്, അവളിലാണ് അവൻ രൂപപ്പെട്ടത്. അവളിൽ തന്നെയാണ് സഭയും രൂപപ്പെടുന്നത്. അപ്പോൾ ശിരസ് രൂപപ്പെട്ട അതേ
മൂശയിൽ തന്നെയാണ് അവയവങ്ങൾ രൂപപ്പെടാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെ ദൈവം ഇതിനെ പരിശുദ്ധ അമ്മേനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. കാരണം ദൈവപുത്രൻ ഭൂമിയിൽ ജനിക്കപ്പെടാൻ അവളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സഭ, അതായത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അവയവങ്ങളാകുന്ന അവയവങ്ങളെ രൂപപ്പെടുത്താനും അവളെ തന്നെയാണ് ദൈവം രൂപപ്പെടുത്തുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് പരിശുദ്ധമ്മയുടെ പ്രവൃത്തിയല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു മഹാകാരുണ്യമാണ്. അങ്ങനെ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കാനും അവളിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തും. അപ്പോൾ ആ ക്രിസ്തുവിനെ രൂപപ്പെടുത്തിയ അവളുടെ സഹായം ഒരു ക്രിസ്ത്യാനിക്ക് വളരെ ആവശ്യമാണ്. എന്തിനാണ്? മാർക്ക് മേടിക്കാനല്ല, കടം മാറാനല്ല, വീട് പണി നടക്കാനല്ല, നമ്മൾ ഉദ്ദിഷ്ട കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ല. ഈ പരിപൂർണതയ്ക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, പരിശുദ്ധ അമ്മ ഇല്ലാതെ സാധ്യമല്ല. ഓക്കെ, ഇറ്റ് മേ പോസിബിൾ, ബട്ട് വിശുദ്ധ ലൂയി മോൺഫോർട്ടിൻ്റെ വചനം പറയുകയാണെങ്കിൽ ദ ഈസിയസ്റ്റ് വേ, ദ സിംപ്ലസ്റ്റ് വേ ആൻഡ് ദ പെർഫെക്റ്റ് വേ, ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ലഘുവായത്, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞതും ഏറ്റവും ശ്രേഷ്ഠമായ വേ, യാത്ര. എങ്ങോട്ടുള്ള യാത്ര? യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക്. ദ സിംപ്ലസ്റ്റ്, ദ ഈസിയസ്റ്റ് ആൻഡ് ദ പെർഫെക്റ്റ് വേ ടു ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ഈസ് എ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്ന് പറയും. അപ്പോൾ യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്കുള്ള ഏറ്റവും ലളിതവും സുഗമവും ഏറ്റവും ശ്രേഷ്ഠവുമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയം. സോ ദാറ്റ് ഈസ് വൈ വി നീഡ് ദിസ് വണ്ടർഫുൾ മദർ. അപ്പം അവളുടെ വിശ്വാസം, അവളുടെ സുഹൃതങ്ങൾ, അവളുടെ സമർപ്പണം, അവളുടെ വിശുദ്ധി, ഇതൊക്കെ നമുക്ക് ഹെൽപ്പിംഗ് ആണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, എന്തിനാണ് ക്രിസ്ത്യാനിയെ സഹായിക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് വളരുവാൻ, പരിശുദ്ധി പ്രാപിക്കുവാൻ യു നീഡ് എ മദർ. ദാറ്റ് ഈസ് വൈ ഹി ഗേവ് ഹെർ ഓൺ ദ ക്രോസ് ഓഫ് കാൽവരി. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പോകാൻ നേരത്തെ എൻ്റെ അമ്മ ഇങ്ങനെ അനാഥയായി പോകുന്നുണ്ട്, എന്നാൽ പിടിച്ചോടെ യോഹന്നാൻ എന്ന് പറഞ്ഞൊരു അമ്മേനെ സഹായിക്കേണ്ടി തന്നല്ല. യു നീഡ് ഹെർ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മയില്ലാതെ, അവൻ്റെ ശരീര രക്തങ്ങൾ ഇത് ഭക്ഷിക്കാതെ നിങ്ങൾക്ക് നിത്യജീവനില്ല. അത് വളരെ ക്ലിയറാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കാത്തവൻ, എൻ്റെ രക്തം കുടിക്കാത്തവന് എൻ്റെ ജൈവിക ജീവനിൽ പങ്കുകാരാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അല്ലാതെ നമ്മുടെ വിശ്വാസം കൊണ്ടൊന്നും നടക്കത്തില്ല. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഈ രക്ഷ. ആ ദാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദാനങ്ങൾ, തനിക്കുണ്ടായിരുന്ന ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിനുണ്ടായിരുന്ന രണ്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് അവൻ്റെ ശരീരവും രക്തവും, രണ്ട് അവൻ്റെ അമ്മയും. ഇത് രണ്ടിനെ അവൻ നമുക്ക് നൽകി. എന്തിനാണ്? ഇത് രണ്ടും കൂടാതെ നിങ്ങൾക്ക് ഈ ആധ്യാത്മിക പൂർണ്ണത പ്രാപിക്കാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഈ ലക്ഷ്യത്തെക്കുറിച്ച് വിശുദ്ധരാവുക. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വിശുദ്ധരാകാൻ നമുക്ക് പരിശുദ്ധനായ ദൈവത്തിന് ചേർന്നിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മൾ ദൈവം പറയാം അങ്ങനെ ആകണമെന്ന് പറയുമ്പോൾ സാത്താൻ പറയാം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഉടനെ നമ്മളെല്ലാവരും വിചാരിക്കാം, ശരിയാണല്ലോ, ഈ വചനമൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ അനുസരിച്ച് ജീവിക്കണം, വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെയും അവിടുന്ന് നൽകുന്ന കൃപയുടെയും മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായം ബെത്സേദ കുളക്കടവിലെ രോഗശാന്തിയെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഓരോ പ്രാവശ്യവും പുതിയ വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവ്, ഒരേ കഥ തന്നെ 100 എക്സ്പ്ലനേഷൻസ് ലഭിക്കുകയാണ്. സോ ഇതിന് ശേഷം യഹൂദന്മാരുടെ ഒരു തിരുനാളിന് യേശു ജെറൂസലേമിലേക്ക് പോയി. ജെറൂസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബേത്സദ എന്ന് വിളിക്കുന്നൊരു കുളം ഉണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായ രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ കുഞ്ഞേ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശുവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്നൊരു സാബത്തായിരുന്നു. അങ്ങനെ വചനം വന്നിട്ട് അവസാനം 14-ാമത്തെ വചനത്തിലെത്തുമ്പോൾ, പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ ഇവൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ, എവിടെ അവൻ കിടക്കുന്നത്? ബേത്സേദ എന്ന് പറഞ്ഞ കുളക്കടവിലാണ്. ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്.
അവിടെ ഇടയ്ക്കൊരു മാലാഖ വന്ന് വെള്ളവിളക്കും. ആ വെള്ളവിളക്കുമ്പോൾ ആദ്യം കൊള്ളത്തിൽ ചാടുന്ന എല്ലാ രോഗത്തിലും പരിപൂർണ്ണ സൗഖ്യനം. ഒരു ദിവ്യ ശക്തിയുള്ള കൊള്ളമാണ്. അപ്പോൾ അങ്ങനെ കിടക്കുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ 38 വർഷമായിട്ട് അവിടെ കിടക്കുകയാണ്. ഈ മനുഷ്യൻ ആരാണ്? ദിസ് മാൻ റെപ്രസെൻറ്റ്സ് ആഡം. ഓക്കെ, ബൈബിളിലെ പല കഥാപാത്രങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിലെ ആദത്തിൻ്റെ പ്രതിപുരുഷന്മാർ, സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ജെറീക്കോയിലെ ബർത്തമീസിനെ കാണുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ ആദ്യ പാപത്തിൽ വീണുപോയ മനുഷ്യൻ്റെ അവസ്ഥയാണ്. അപ്പം ഈ അവസ്ഥയിൽ നിന്നുമുള്ള വീണ്ടെടുപ്പിൻ്റെ പേരാണ് യേശുവിലുള്ള രക്ഷ, റിഡംഷൻ. ഓക്കെ, സോ വി നീഡ് ടു ബി വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പലർക്കും ഈ പ്രശ്നത്തിൽ നിന്നൊന്നും മോചനമല്ല. കാരണം നമുക്ക് ഇതൊന്നും അല്ല ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ വേറെ ഏതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നുണ്ട്. ഈ പാപത്തിൻ്റെ അവസ്ഥ ഇന്ന് നമ്മളിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് പാപ അവസ്ഥ എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ കിടക്കുമ്പോൾ പറയണം 38 വർഷമായിട്ട് തളർവാദം പിടിവിട്ട് കിടക്കുകയാണ്. ആ മനുഷ്യൻ 38 വർഷമായിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റാതിരുന്നൊരു പ്രവൃത്തി യേശുവിൻ്റെ കാരുണ്യത്താൽ, കൃപയാൽ അയാൾക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. സോ ദിസ് മാൻ റെപ്രസെൻറ്റ് എവറി ഫോളൻ മാൻ. അധപ്പതിച്ചു പോയ, പാതി പാപത്തിൻ്റെ ഫലം വീണുപോയ മനുഷ്യൻ്റെ അവസ്ഥയാണിത്. അപ്പം നമ്മളൊരു ചോദ്യമുണ്ട്, ആദ്യ പാപത്തിൽ നിന്ന് നമ്മൾക്ക് മാമോദീസ വഴി നമുക്ക് വിമോചനം ലഭിച്ചില്ലേ? തീർച്ചയായിട്ടും ലഭിച്ചു. പക്ഷേ എത്ര ക്രിസ്ത്യാനികൾ ആ മാമോദീസ എന്ന ആ കൂദാശ വിശ്വാസത്തോടെ സ്വീകരിച്ച് ആ കൂദാശയിൽ നമുക്ക് ലഭിച്ച രക്ഷയെ നമ്മൾ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി എന്ത് പ്രയത്നിച്ചിട്ടുണ്ട്? ആബ്സല്യൂട്ട്ലി നത്തിങ്. അതുകൊണ്ട് വിശുദ്ധ ലൂയി മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്തുകൊണ്ടൊരു ഒരു ക്രിസ്ത്യാനി, പ്രത്യേകിച്ച് കത്തോലിക്കൻ, അവൻ എന്തുകൊണ്ടാണ് അവൻ ലോകത്തിൽ, ഈ ലോക ജീവിതത്തിൽ ഇത്രമാത്രം അധപ്പതിച്ചു പോകുന്നതിൻ്റെ ഒരു കാരണം എന്താ? ഈ ലോകത്തിൽ എന്തെല്ലാം മാരണങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്ത്യാനിൻ്റെ വീട്ടിലുണ്ടായിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവൻ ലോകത്തെ ഭരിക്കേണ്ടവൻ, ലോകത്തിൻ്റെ മുകളിൽ നീതി സൂര്യനായി വെളിച്ചമായി നിൽക്കേണ്ടവൻ, ഭൂമിയുടെ ഉപ്പായി നിൽക്കേണ്ടവൻ ഇന്ന് കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ പിണ്ണാക്കും തവിടും തപ്പി നടക്കുകയാണ്. എവിടെയെങ്കിലും പിണ്ണാക്കും തവിടും കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അല്ലേ? ഇന്നിപ്പോൾ നടക്കുകയാണ്. യൂറോപ്പിലേക്ക്, UK-യിലേക്ക്, കാനഡയിലേക്കൊക്കെ പോവുക, പിണ്ണാക്ക് തപ്പി പോവാണ് ക്രിസ്ത്യാനി മക്കൾ. അപ്പോൾ ഇവിടെയുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇവിടെ ഈ രാജ്യത്ത് സുഖമായിട്ട് ജീവിക്കാനും എല്ലാ സൗകര്യങ്ങളും അവരിനകത്ത് വലിയ വിശ്വാസത്തോടെ ജീവിക്കുന്നത്. നമുക്കാണ് ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മളിന്നും പിണ്ണാക്ക് തപ്പി നടക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു പരിധി വരെ സഭയും ഇതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ജർമ്മൻ ഭാഷ പഠിക്കൽ, കനേഡിയൻ ഭാഷ പഠിക്കൽ, മെക്സിക്കൻ ഭാഷ പഠിപ്പിക്കൽ, ഇതൊന്നും അല്ല സഭയുടെ പരിപാടികൾ. നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എവിടെയെങ്കിലും 4 കാശ് കിട്ടുമെങ്കിൽ ഉടനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുക, അതിന് വേണ്ടി പരിപാടി ഉണ്ടാക്കുക, കുറേ പേരെ കയറ്റി വിടുക. എങ്ങോട്ടാണ് പോണത്? ഏതോ രാജ്യത്ത് ഏതവൻ്റെ പന്നീനെ മേയ്ക്കാൻ വേണ്ടി, ഏറ്റവും അധപ്പതിച്ച കുറേ പണി ചെയ്യാൻ വേണ്ടി കുറേ മക്കളെ നമ്മളൊന്ന് കയറ്റി വിടുകയാണ്. അതെന്തെങ്കിലും ആകട്ടെ, ഇനി അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. കാരണം പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സകല കൺട്രോളും പോകും. ഇതൊക്കെ ശുദ്ധ മണ്ടത്തരമാണെന്ന് പറയാനുള്ള ആർജവത്ത് ആർക്കെങ്കിലും ഉണ്ടായിരിക്കണം. വെറുതെ 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ് കയറ്റി വിടുകയാണ് നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്ത്. രക്ഷപ്പെടട്ടെ എന്നാണ് നമ്മൾ ആദ്യത്തെ വാക്കാണ്. ഇന്ന് മാതാപിതാക്കൾ പറയും, മക്കൾ രക്ഷപ്പെടട്ടെ. എന്തുട്ടാണ് ഈ രക്ഷ? ഈ ലോകത്ത് നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത ദൈവത്തിന് ആ ലോകത്ത് എന്ത് രക്ഷ കൊടുക്കാൻ പറ്റും? നമ്മളെ വിശ്വാസമില്ലായ്മയുടെയൊക്കെ അടയാളമാണ് ഈ കാണുന്നത് മുഴുവൻ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചു വരിക. മരുഭൂമിയിൽ 35 ലക്ഷം ജനത്തിനെ 40 വർഷം തീറ്റിപ്പോറ്റിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിന്നെ ഇവിടെ തീറ്റിപ്പോറ്റാൻ പറ്റില്ലേ? കാനായിൽ വീഞ്ഞു തീർന്നു പോയ കുടുംബത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയ ഒരു ദൈവം ഇവിടെയുണ്ട്. ആ ദൈവത്തിന് നിന്റെ ജീവിതത്തെ ഇവിടെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ലേ? കാലിയായി തീർന്ന പത്രോസിനെ, യോഹന്നാനെ വഞ്ചി വലയ്ക്കകത്ത് 153 മീനെ നടത്തിയ യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ ഇവിടെ തരാൻ പറ്റത്തില്ലേ? 5 ഉണങ്ങിയ ബാർലി അപ്പോൾ 2 ഉണക്കമീനും 15,000 പേർക്ക് വീതിച്ചു കൊടുത്ത ദൈവത്തിന് ഇവിടെ നിനക്ക് സമൃദ്ധമായി തീറ്റിപ്പോറ്റാൻ പറ്റില്ലേ? ആരോട് ചോദിക്കാനാണ്? ഇല്ലേ? ഒക്കെ നമ്മൾ തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നമ്മളിങ്ങനെ കയറ്റി വിടുക നമ്മുടെ പിള്ളേരെ ഏതോ രാജ്യത്തേക്ക്, യാതൊരു ബോധവും ഇല്ലാത്ത, വിശ്വാസം ഇല്ലാത്ത, വിശ്വാസം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ കയറ്റി വിടുക, രക്ഷപ്പെടാൻ വേണ്ടി വിടുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാണിക്കുന്ന പലതും നമ്മൾ വിശ്വാസരാഹിത്യമാണെന്നുള്ളതിൻ്റെയൊക്കെ അടയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ, ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയാണ്, നമ്മൾ ദൈവത്തിന് കൊടുത്ത ചില വാഗ്ദാനങ്ങളുണ്ട് മാമോദീസയിൽ. ഈ വാഗ്ദാനങ്ങളോട് നമ്മൾ യാതൊരു ആത്മാർത്ഥതയും വിശ്വസ്തതയും കാട്ടിയില്ല. ഈ മാമോദീസ എന്ന മഹത്തായ കൂദാശ വഴി നമ്മൾക്ക് ആദ്യ പാപത്തിൻ്റെ ഫലം നമ്മൾ മോചിക്കപ്പെട്ടതാണ്.
പക്ഷേ ഈ മാമോദീസ എന്താണെന്ന് അറിയാതെയാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. 2 മാമോദീസ നമുക്ക് കിട്ടിയ കൃപാവരങ്ങൾ. വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ ചാവറപ്പിതാവ് പറയുന്നുണ്ട്, മാമോദീസയിൽ ഞങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ വസ്ത്രത്തിൻ്റെ മേൽ ഒരു തുള്ളി കറ പോലും, ഒരു കരട് പോലും ഞങ്ങൾ പിന്നീട് അതിൽ ചേർത്തില്ല. അത്രമാത്രം ശ്രദ്ധയോടും വിശ്വസ്തയോടും ആത്മാർത്ഥത്തോടും കൂടിയാണ് ആ കൃപാവരം അവർ സ്വീകരിച്ചത്. ഇങ്ങനെ എത്ര പേര് സ്വീകരിച്ചിട്ടുണ്ട്? നോട്ട് ഈവൻ 1%. അപ്പം നമ്മൾ അന്ന് മാമോദീസയിൽ നമ്മൾ 3 വാഗ്ദാനങ്ങളാണ് ദൈവത്തിന് കൂടെ. സഭ ചോദിക്കുകയാണ്, നീ പാപത്തെയും പാപ സാഹചര്യവും പാപം തരുന്ന സുഖത്തെയും നേട്ടങ്ങളെ നീ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. എന്താണ് ഉപേക്ഷിച്ചത്? പുറകെ പറയാം. നമുക്ക് പാപങ്ങൾ എന്നതൊക്കെ മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മൾ 10 കൽപ്പനയും പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ പാപത്തെ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. 2 പിശാചിനെ അവൻ്റെ ആഡംബരങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇങ്ങനെ 3 വാഗ്ദാനങ്ങൾ അവിടുത്തെ. ഈ 3 വാഗ്ദാനങ്ങൾ ആരോ നമുക്ക് വേണ്ടി പറഞ്ഞു. അപ്പം അതൊക്കെ ഒരു ചടങ്ങ് മാത്രമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ സഭയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ കൂദാശകളും ഒരു ചടങ്ങ് വേണ്ടി മാത്രമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആത്യന്തികമായ ലക്ഷ്യം ഇവിടെയൊക്കെ ചില വാഗ്ദാനം, ഇതൊരു ഉടമ്പടിയാണ്. യുവർ ഗാഡ് ഇസ് എ ഗാഡ് ഓഫ് കവനൻറ്റ്. അപ്പോൾ ഈ കവനറ്റിനെ കുറിച്ചൊക്കെ വരുന്ന ദിവസങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ഒരു ഉടമ്പടി പ്രകാരമാണ്, അല്ലാതെ വെറുതെ ദൈവം ആരും ജീവിതത്തിൽ ഇടപെടത്തില്ല. അപ്പം ദാറ്റ് ഈസ് വൈ ദ ലാസ്റ്റ് കവനന്റ്, ദ 6th covenant, by the blood of Jesus we enter into a covenant with God. അതാണ് മാമോദീസ. ദൈവം നമ്മുടെ അപ്പനും നമ്മൾ ദൈവത്തിൻ്റെ മക്കളുമായി തീരുന്ന മഹോന്നതമായ കവനന്റ്, ഉടമ്പടി. അപ്പോൾ ഈ ഉടമ്പടി എങ്ങനെ സ്ഥാപിക്കുന്നത്? അതൊരു നമ്മൾ വാഗ്ദാനത്തിലാണ്. അപ്പോൾ ഈ വാഗ്ദാനം വഴിയാണ് ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വാഗ്ദാനങ്ങളോട് നമ്മൾ, വാഗ്ദാനം എന്താ നമ്മൾ അറിഞ്ഞുകൂടാ. 2, ഈ വാഗ്ദാനങ്ങളോട് യാതൊരു വിശ്വസ്ത കാട്ടിയിട്ടില്ല, ആത്മാർത്ഥത കാട്ടി. അതുകൊണ്ട് എന്ത് പറ്റി? ഈ ഉടമ്പടി ഫലമുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ഉത്ഭവഭാവത്തിൻ്റെ അവസ്ഥയിൽ ഇപ്പോഴത്തെ നമ്മൾ കിടക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ പ്രാർത്ഥനയും ഈ കുർബാനയും ഈ ജപമാലയും ഈ കയ്യൊട്ടും എല്ലാം ബഹളം കാട്ടിയിട്ടും നമ്മുടെ അവസ്ഥ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് കാണുന്നത്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കാര്യം നടക്കാൻ വേണ്ടി. അതിനെ യേശുവിൽ വിശ്വസിക്കണം നിർബന്ധമില്ല. അത് രാമനിൽ വിശ്വസിച്ചാലും കിട്ടും, കൃഷ്ണനിൽ വിശ്വസിച്ചാലും കിട്ടും, അള്ളാഹുവിൽ വിശ്വസിച്ചാലും ഈ ലോകത്തിലെ കുറേ കാര്യങ്ങൾ നടക്കും. അത് ഈ ലോകത്തിൻ്റെ ദേവന് തരാൻ സാധിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തു മരുഭൂമിയിൽ വന്ന് പറയുന്നതെല്ലാം കാണിച്ചത് ഈ കാണുന്നതെല്ലാം എനിക്ക് നൽകപ്പെട്ടതാണ്. അതെ, അവനതിൻ്റെ അകത്തൊരു അധികാരമുണ്ട്. ഈ ലോകത്തിൻ്റെ മേലുള്ള സമ്പത്തിൻ്റെ സാമ്പത്തിക സ്ഥാനത്തിന് മേൽ അവനധികാരം. അപ്പോൾ അവന് നൽകാനായിട്ട് സാധിക്കും ഇതൊക്കെ. പക്ഷേ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന ഇതൊന്നുമല്ല. യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന നിത്യജീവനാണ്. അപ്പോൾ ഈ യേശു ക്രിസ്തു അതിസ്വാഭാവികമായൊരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതാണ് കത്തോലിക്ക സഭയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്തുകാർ നമ്മളോട് പറയും, നിങ്ങൾ വിവരമില്ലാത്തപ്പോഴാണ്, ബോധമില്ലാത്തപ്പോഴാണ് മാമോദീസ സ്വീകരിച്ചത്. ബോധമില്ലാത്തപ്പോഴാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ശരിയാണ്. പക്ഷേ എന്തിനാണ് ആ മാമോദീസ സ്വീകരിക്കുന്നത്? ലയോ 13 മാർപ്പാപ്പ, ദ ഗ്രേറ്റ് ലയോ ദ 13th said it. എന്താണ് കാരണം? ഉത്ഭവഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ അറിവ് കൂടാതെയാണ്. അതുകൊണ്ട് സഭാമാതാവ് തൻ്റെ മക്കളിലുള്ള ഉത്ഭവഭാവത്തെ അവരുടെ അറിവ് കൂടാതെ നീക്കാനുള്ള കഴിവുണ്ട്, അധികാരമുണ്ട്. ഓക്കെ, നമ്മുടെ അറിവ് കൂടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നൊരു സാധനത്തിന് നമ്മുടെ അറിവ് കൂടാതെ മാറ്റാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മളിലേക്ക് ഒരു വൈറസ് കടന്നു വരാം, കുഞ്ഞുങ്ങളിലേക്ക്. ആ കുഞ്ഞുങ്ങൾ നമ്മുടെ അറിവ് കൂടാതെ ഒരു വൈറസ് കടന്നു വന്നാൽ കുഞ്ഞിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ അതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം? അല്ല, അമ്മമാർക്കറിയാം ഈ വൈറസിനെ കളയാനായിട്ട് അതെടുത്ത് കളയാനും. പ്രായപൂർത്തിയാകുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ചോദിക്കേണ്ടി വരും. അപ്പം നമ്മുടേതല്ലാത്ത കുറവുകൾ കൊണ്ട് നമ്മളിലേക്ക് കടന്നു വന്ന ആദ്യ പാപത്തിൻ്റെ ഫലത്തെ നീക്കുവാൻ സഭയുടെ അമ്മയായ സഭയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്. ദാറ്റ് ഈസ് വൈ ഷീ എക്സർസൈസസ് അതോറിറ്റി. ദാറ്റ് ഈസ് വൈ വി ഗീവ് ചൈൽഡ് ബാപ്റ്റിസം. പക്ഷേ അങ്ങനെ ചൈൽഡ് ബാപ്റ്റിസം കൊടുത്തിരിക്കുന്ന ചുമ്മാ വഴിയാതായിട്ട് വിടുകയല്ല ചെയ്യണത്. നമുക്കറിയാം, പ്രായപൂർത്തിയായി വളരുന്നവരെ ഒരു അപ്പനും അമ്മ കൂടാതെ ഒരു തലോട്ടപ്പനും തലോട്ടമ്മേനെയും നമ്മൾ സഭ ഏൽപ്പിച്ചു തരാണ്. എന്തിനാണ്? ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരണം, പ്രാർത്ഥനയിൽ വളർത്തിക്കൊണ്ട്, വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വളർന്നു വന്നതിന് പ്രായപൂർത്തിയാകുന്നു. ഏകദേശം എല്ലാ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. 9-10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ 2ാമത്തെ കൂദാശ കൊടുക്കുകയാണ്, പരിശുദ്ധ കുർബാന. അവിടെ നമ്മൾ വീണ്ടും ഈ കുഞ്ഞിനെ കൊണ്ട് മാമോദീസ വ്രത നവീകരണം നടത്തുന്നുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയൊരു സിസ്റ്റമാണ് കാത്തലിക് ചർച്ചിലുള്ള. അതിനുശേഷം പണ്ട് കാലത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് സ്ഥൈര്യലേപനം. ഇപ്പോൾ സ്ഥൈര്യലേപനം നമ്മൾ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്ഥൈര്യലേപനം കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും മാമോദീസ വ്രത നവീകരണം ആ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നീ പാപത്തെയും പാപമാർഗങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. സാത്താനെ ആഡംബരങ്ങൾ ഉപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്ഷകനാഥനെ സ്വീകരിക്കുന്നു. അങ്ങനെ പ്രായത്തിനൊത്ത് അവൻ വളരുന്നതനുസരിച്ച് സഭ അവൻ്റെ കൂടെ വരികയാണ്, അവനെ വിശ്വാസത്തിൽ വളർത്തുകയാണ്. അങ്ങനെ കുർബാന സ്വീകരണത്തിന് ശേഷം എല്ലാ ഈസ്റ്ററിനും, എവ്രി ഇയർ ഈസ്റ്റർ സൺഡേയുടെ ദ സാറ്റർഡേ നൈറ്റ് വിജിൽ,
അത് സിറിയൻ റൈറ്റിലാണെങ്കിൽ ശനിയാഴ്ച, ഈസ്റ്ററിൻ്റെ തലേ ശനിയാഴ്ച രാവിലെ നമ്മൾ മാമോദീസ വ്രതം നവീകരിക്കും. നമ്മൾ വിശുദ്ധ ജലം, വിശുദ്ധ പുതുവെള്ളം ഒക്കെ നമുക്ക് നൽകുന്ന അവിടെയാണ്. പുതിയ തിരി ഇതെല്ലാം നമുക്ക് നൽകപ്പെടുകയാണ്. അപ്പോൾ പുതിയ ജീവിതമാണ്. 40 ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും ശേഷം നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മൾ നല്ല ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, പൂർണ്ണ മനസ്സോടെ നമ്മൾ ഈ വ്രതം നവീകരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഹാപ്പൻസ് ഓൺ എ വണ്ടർഫുൾ വേ എവറി ഇയർ. ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ കാത്തലിക് ചർച്ച്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ബോധമില്ലാത്ത പോയതല്ല. ഇത്ര മനോഹര സിസ്റ്റം എവിടെയുണ്ട് ലോകത്തിൽ? നോവെയർ യു വോണ്ട് ഫൈൻഡ് ദിസ് സച്ച് എ വണ്ടർഫുൾ സിസ്റ്റം any organizations in this world. That is why this church is so wonderful and beautiful and perfect. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞ് വളർന്ന് വളത്തിൽ വരുന്നതനുസരിച്ച് അവൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് എല്ലാ വർഷവും അവൻ മാമോദീസ എടുത്ത വാഗ്ദാനത്തെ ബോധപൂർവം അത് ഏറ്റുപറയാനും അതിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളാരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. 2, നമ്മൾ ഈ മാമോദീസ സ്വീകരിച്ചും ക്രിസ്ത്യാനി ആയതൊന്നും ഈ നിത്യ സൗഭാഗ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്ക് ഈ ലോകത്ത് കുറച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി? ഇതിൽ നിന്ന് ലഭിക്കേണ്ട കൃപ നമുക്ക് വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല. 2, നമ്മളിതിനോട് വിശ്വസ്തത കാണിക്കുന്നില്ല, ആത്മാർത്ഥത കാണിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഫലവും നമ്മളിലില്ല. പിന്നെ നമ്മളെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, രാമനിൽ ഒരാൾ വിശ്വസിക്കുന്നു, ബുദ്ധനിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഗണപതിയിൽ അല്ലെങ്കിൽ ശിവനിൽ വിശ്വസിക്കുന്ന പോലെ നമ്മൾ യേശുവിൽ വിശ്വസിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നടത്തി തരണമേ. അങ്ങനെ യേശു ഭഗവാനെ നമ്മൾ വിളിക്കുകയാണ്, ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നടത്തി തരും. ഇത് കണ്ടിട്ടാണ് നിരീശ്വരവാദികൾ നമ്മളെ ക്രിസ്തുവിനെ പോലും എടുത്തിട്ട് ആട്ടുന്നതുകൊണ്ട്. കാരണം നമ്മളെ പൊട്ടത്തരം കൊണ്ടാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി വന്നവനല്ല. ദൈവത്തിലൊരു വിശ്വസിക്കേണ്ട കാരണം ഈ ലോകത്തിലൊരു കാര്യം നേടുവാൻ വേണ്ടിയിട്ടുമല്ല. ആൻഡ് ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. നമ്മൾ ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു നിത്യമായ രാജ്യം, യേശുവിൻ്റെ രാജ്യം, ആ രാജ്യത്തിലായി തീരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. ഇതാണ് നിത്യ സൗഭാഗ്യം. അപ്പം ഇവിടെയാണ് നമ്മൾ പാപത്തിൻ്റെ അവസ്ഥ. ഇവിടെയാണ് നമ്മൾ കമ്മിങ് ബാക്ക് ടു ബത്ശേദ കൊളക്കടവിലേക്ക് വരും. ഈ മനുഷ്യനെ ഏത് മനുഷ്യനാണ്? ഈ മനുഷ്യൻ ആദ്യ പാപത്തിൻ്റെ ഫലമായി അധപ്പതിച്ചു പോയ മനുഷ്യൻ്റെ പ്രതിരൂപമാണ് അവൻ. ബത്ശേദയിലെ ആ രോഗി എന്ന് പറയണം അല്ലേ? അവനെ കണ്ടിട്ട് 38 വർഷമായി. ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ കുളം ഈ ലോകത്തിലെ മതത്തിൻ്റെയൊക്കെ ഒരു ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. അതായത് അവിടെയും ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില അത്ഭുതം, രോഗശാന്തിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും ദൈവത്തിൻ്റെ കരുണ, ദൈവം ഇങ്ങനെ നീ ഒരു ഹൈന്ദവനായതുകൊണ്ടോ മുസ്ലിം ആയതുകൊണ്ടോ യേശുക്രിസ്തു അറിയാത്തവനായതുകൊണ്ട് നശിച്ചു പോകാൻ ദൈവം വിടത്തില്ല. ഏതെങ്കിലുമൊക്കെ ഒരുത്തൻ ഇത്തിരി വിശ്വാസത്തോടെ ദൈവത്തെ വിളിക്കുന്നുണ്ട്, ദൈവം പരമാവധി അവരെയൊക്കെ രക്ഷിക്കാൻ സഹായിക്കും. ഏത് രക്ഷ? ഭൗതികമായ രക്ഷ. അപ്പോൾ ഈ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന് ഭൗതികമായ രക്ഷയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ അത്ഭുതങ്ങൾ നടന്നിരുന്നു. അങ്ങനെ 38 വർഷമായിട്ട് അതിനു പോലും പറ്റാതിരുന്നൊരു മനുഷ്യൻ. And that is why this man represents the first Adam. പർദീസയിൽ പുറത്താക്കപ്പെട്ട ആദത്തിൻ്റെ ഒരു അവസ്ഥയാണ്. എന്താണ് ഈ ആദ്യ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അവസ്ഥയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യ പാപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്തിനാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആദ്യ പാപത്തിൻ്റെ ഉത്ഭവപാപത്തിൻ്റെ ഫലത്തിൽ നമുക്ക് മോചനം കിട്ടണം. ഈ ഉത്ഭവപാപം എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്ഭവ വിശുദ്ധിയും ഉത്ഭവ നീതിയും. ഓക്കെ, ഒറിജിനൽ ഹോളിനെസ് ആൻഡ് ഒറിജിനൽ ജസ്റ്റിസ്. അപ്പോൾ ഈ 2 അവസ്ഥയിൽ നിന്നും മനുഷ്യൻ വീണുപോയി. ഈ വീണതിൻ്റെ ഫലമായിട്ടാണ് അവന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട്, അവൻ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട്, ദൈവകൃപ നഷ്ടപ്പെട്ട്, ദൈവ പരിപാലനം നഷ്ടപ്പെട്ട്, അവൻ അധ്വാനം കഷ്ടപ്പാടൊക്കെ ആയിട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥ പർദീസയുടെ പുറത്ത് നമ്മൾ കാണുകയാണ്. ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുന്നതാണ് യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന രക്ഷ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മനുഷ്യൻ്റെ പ്രശ്നം? എന്താണ്? ഇവന് തളർവാദ രോഗം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവന് സംസാരിക്കാൻ പറ്റും, ഇവന് പ്രാർത്ഥിക്കാൻ പറ്റും, ഇവന് ഭക്ഷണം കഴിക്കാൻ പറ്റും. പക്ഷെ ഇവനൊരു പ്രശ്നമുണ്ട്. എന്താ ഇവൻ്റെ പ്രശ്നം? ഇവൻ്റെ ബുദ്ധിയിൽ ഇവൻ മനസ്സിൽ വിചാരിക്കുന്നവൻ്റെ ശരീരം റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇതാണ് ഇവൻ്റെ പ്രോബ്ലം. ഓക്കെ, ഈ പ്രോബ്ലത്തിന് പറയുന്ന പേരാണ് പാപാവസ്ഥ. അത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെ അവസ്ഥയാണ്. ഓക്കെ, ഈ മനുഷ്യൻ്റെ രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നൽകുന്ന രക്ഷയുടെ അടയാളമാണ്. അപ്പോൾ ഈ ഉത്ഭവ വിശുദ്ധി, ഉത്ഭവ നീതി, ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ നിങ്ങൾക്കൊരു ഒരു 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 എക്സാമ്പിൾ കാണും. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത ക്ലാസ്സിലായിരിക്കും പറയാം. നിങ്ങളുടെ മുമ്പിൽ ഒരു റൂബിക് ക്യൂബ് വെക്കണം.
2 ക്യൂബുകൾ ഞാൻ വെക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. റൂബിക് ക്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന സാധനം. ഈ റൂബിക് ക്യൂബ് കണ്ടിട്ട് ഇത് ഡിസോർഡർ ആക്കപ്പെട്ട വേറൊരു റൂബിക് ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ക്യൂബിൽ നിന്നും ഈ ക്യൂബിലേക്ക് എല്ലാ നിറങ്ങളും, ഇപ്പം നമുക്ക് ഇവിടെ ഓറഞ്ച് എല്ലാം ഈ സൈഡിലുണ്ട്, പച്ച എല്ലാം ഈ സൈഡിലുണ്ട്, മഞ്ഞ ഇവിടെയുണ്ട്, വെള്ള ഈ സൈഡിലുണ്ട്, നീല ഈ സൈഡിലുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു 1 2 3 4 5 6 തലങ്ങളാണ് അല്ലേ? 6 കളങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ ദൈവം തമ്പുരാൻ നമ്മളോട് പറയാണ്, ദിസ് ഈസ് ഗോഡ് ദ ഫാദർ. ഈ ദൈവം നമ്മളോട് പറയാണ്, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് പെർഫെക്റ്റ്. നമ്മുടെ വിളിയാണ്. ആരെ നോക്കിയിട്ടാണ് പറയണമെന്നറിയോ? ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ എല്ലാം ഇതുപോലെയാകണം. ഇവിടെ നീലയുണ്ട്, ഇവിടെ ഒരു നീലയുണ്ട്, ഇവിടെ ഒരു നീലയുണ്ട്, ഇവിടെ ഒരു നീലയുണ്ട്. ഈ നീല എല്ലാം കൂടി ഒരുമിച്ച് മുകളിൽ വരണം. മഞ്ഞ എല്ലാം കൂടി ഇവിടെ വരണം. മുമ്പിൽ എന്താണ്? ഓറഞ്ച് എല്ലാം ഇവിടെ വരണം. വെള്ളയെല്ലാം അവിടെ വരണം. പുറകിലും ഒരു ചുമപ്പെല്ലാം ഇവിടെ വരണം. ഓറഞ്ച് ഇവിടെ വരണം. അവസാനം പച്ച, ലൈറ്റ് പച്ച താഴെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിത്തീരുക, ഇതാണ് നമ്മളുടെ വിളി. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ സാത്താൻ നമ്മളോട് പറയണത് ഇമ്പോസിബിൾ അല്ലേ? നമ്മളതിൽ ഒരു റൂബിക് ക്യൂബ് ഒരാൾ തന്നു കഴിഞ്ഞാൽ നമ്മളോട് പറയാം, ഇതിങ്ങനെ ഒരേപോലെ എല്ലാം ഒരു സൈഡിൽ കളറാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയും. സ്വാഭാവിക മനുഷ്യനത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇഫ് യു ഗിവ് ഇറ്റ് ടു ആൻ എക്സ്പെർട്ട്, ഐ ബിലീവ് ദ വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3.2 സെക്കൻഡ്സ് ആണ്. ഇങ്ങനെ ആയിരിക്കുന്ന ഒരു റൂബിക് ക്യൂബിനെ ഈ അവസ്ഥയിലാക്കാൻ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾക്ക് വേണ്ടത് വെറും 3-4 സെക്കൻഡ് മതി. നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ ഞാൻ കാണിച്ചു തരാം അല്ലേ? അതിനകത്ത് 1.2 സെക്കൻഡ്, എനിക്ക് ഐ ഡോണ്ട് നോ ഇറ്റ് ഇസ് റൈറ്റ് ഓർ നോട്ട്, പക്ഷേ വേൾഡ് റെക്കോർഡ് നോർമലി 3.2 സെക്കൻഡ്സ് ആണെന്ന് പറയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദിസ് ഈസ് ഇമ്പോസിബിൾ. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇതിങ്ങനെ നമ്മളൊരു മാസം ഇരുന്നാൽ തന്നെ ഇത് ഈ രീതിയിലാക്കാൻ പറ്റുമെന്ന് സമ്മതിക്കത്തില്ല. കാരണം നമുക്ക് പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു എക്സ്പെർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലാക്കാനായിട്ട് he needs just 3 seconds. Do you believe it? Yes. ഇതാണ് ആക്ച്വലി പൗലോസ്ലീഹ നമ്മളെന്തോ തുടങ്ങി പറഞ്ഞ പോലെ യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നമ്മുടെ വിളി വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കുകയാണ്. ഈ പൂർണ്ണത പ്രാപിക്കാൻ ഇത് മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് സാധ്യമല്ല. ഇങ്ങനെ ഡിസോർഡറായി കിടക്കുന്ന മനുഷ്യൻ്റെ ആത്മാവ്, മനസ്സ്, ബുദ്ധി, അവൻ്റെ ഇച്ഛാശക്തി, ഓക്കെ, ഇങ്ങനെ 4 തലങ്ങളുണ്ട്. ഓരോ വ്യക്തിയും ഇതിനാണ് നമ്മൾ ഉത്ഭവ വിശുദ്ധി എന്ന് പറയും. ദൈവവുമായിട്ടുള്ള പരിപൂർണ ഐക്യത്തിലായിരുന്നൊരു മനുഷ്യൻ, ദൈവവുമായിട്ട് സ്നേഹബന്ധത്തിൽ, ഗാഠമായൊരു ബന്ധത്തിലായിരുന്നൊരവസ്ഥയുണ്ട് മനുഷ്യന്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ, അവൻ്റെ സന്തോഷം മുഴുവൻ ദൈവമായിരുന്നു. അവൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം ദൈവമായിരുന്നു. അങ്ങനെ ദൈവത്തോട് അഗാധമായൊരു ബന്ധത്തിൽ നിന്നിരുന്നൊരു മനുഷ്യൻ, ആ സ്നേഹബന്ധത്തിൽ ആയിരിക്കുന്നവൻ, അവൻ സമത്വത്തിൽ തന്നോട് തന്നെയുള്ളൊരു സമത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു എന്നതാണ് ഈ ഉത്ഭവ വിശുദ്ധി എന്ന് പറയുന്നത്. അവൻ തൻ്റെ സ്രഷ്ടാവിനോടും സ്നേഹബന്ധത്തിലും തന്നോട് തന്നെയും ചുറ്റുമുള്ള ഇതര സൃഷ്ടികളും സമന്വയത്തിലും സ്ഥാപിക്കപ്പെട്ടവനായിരുന്നു. അതായത് ദൈവത്തോടും മറ്റ് മനുഷ്യരോടും തന്നോട് തന്നെയും ഈ സൃഷ്ടപ്രപഞ്ചത്തോടും എല്ലാം ഒരു ഐക്യത്തിൽ, സമന്വയത്തിലായിരുന്നൊരവസ്ഥ. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഉത്ഭവ വിശുദ്ധി. ഓക്കെ, മനസ്സിലാക്കണം. ഇതാണ് ആദ്യ പാപത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയി, ഡിസോർഡർ ആക്കപ്പെട്ടു. ഈ ഡിസോർഡറിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ തളർവാദ രോഗിയിൽ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആകാം. ഇനി രണ്ടാമതൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഇവൻ്റെ എല്ലാ ആസ്പെക്റ്റും, ഇവൻ്റെ എല്ലാ ബന്ധങ്ങളും ഈ വലിയൊരു മനോഹരമായൊരു അവസ്ഥയിലാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. ബിക്കോസ് ഹി വാസ് ഇൻ ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഗാഡ്. അങ്ങനെ അവൻ്റെ ജീവിതം അതിസ്വാഭാവികമായൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു. അവൻ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവനായിരുന്നു, അധികാരമുള്ളവനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൻ മൃഗങ്ങൾക്ക് പേരിട്ടതൊക്കെ ഉൽപ്പത്തി പുസ്തകം. അങ്ങനെ അതിൻ്റെ മേൽ അവൻ ആധിപത്യമുണ്ടായിരുന്നു.
ഭൂമിയിൽ ചരിക്കുന്ന സകലത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവനായിരുന്നു. കാരണം ഹി വാസ് ഇൻ പെർഫെക്റ്റ് യൂണിയൻ വിത്ത് ഗാഡ്. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഉത്ഭവ വിശുദ്ധി. ഓക്കെ, മനസ്സിലാക്കണം. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 374 ഖണ്ഡികയിൽ ഇങ്ങനെ പറയണം. അതാണ് ദ ഉത്ഭവ വിശുദ്ധി എന്നാണ്. ഹി വാസ് ഇൻ ലവ് വിത്ത് ഗാഡ്. അതാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിന് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഈ അവസ്ഥയാണ് ഉത്ഭവ വിശുദ്ധി എന്നുള്ളത്. ഇനി ഉത്ഭവ നീതി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഈ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യ വ്യക്തിയുടെ ആന്തരിക പൊരുത്തവും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പൊരുത്തവും ആദിമ ദമ്പതികളും സർവ്വ സൃഷ്ടികളും തമ്മിലുള്ള പൊരുത്തത്തെയും ഉത്ഭവ നീതി പറയും. 3 ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. മനുഷ്യന് ആത്മീയനാണ് നമ്മൾ, ഒപ്പം നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്. ഈ ശരീരവും മനസ്സും ആത്മാവും തമ്മിലൊരു പൊരുത്തത്തിലായിരുന്നു. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ആത്മീയ, മനുഷ്യൻ ശക്തനായിരുന്നു. ഈ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ പൊരുത്തം, ആത്മാവിന് മനുഷ്യ വ്യക്തിയുടെ ആന്തരിക പൊരുത്തം, അതായത് ആത്മാവിന് ജഡത്തിൻ്റെ മേലുണ്ടായിരുന്ന ആധിപത്യം, അത് ഒരവസ്ഥ. 2, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ബന്ധം, അതെൻ്റെ മാംസത്തിൻ്റെ മാംസം, മജ്ജയുടെ മജ്ജ എന്ന് പറഞ്ഞ് അവർ രണ്ടും ഒന്നായിരുന്നൊരവസ്ഥയുണ്ട്. 3, ഈ സ്ത്രീയും പുരുഷനും ഈ സൃഷ്ടപ്രപഞ്ചങ്ങളുമായിട്ടൊരു പൊരുത്തത്തിലായിരുന്നു. ഈ 3 പൊരുത്തങ്ങളും ഡിസോർഡറായി. ഇതാണ് ഉത്ഭവ നീതി. ഇങ്ങനെ 2 പ്രശ്നങ്ങളാണ് ആദ്യ പാപത്തിൻ്റെ ഫലമായി അടിസ്ഥാനപരമായി മനുഷ്യരിൽ വന്നിരിക്കുന്നത്. ഓക്കെ, കുറേ കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. അപ്പോൾ ഈ 2 അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ 2 ഉത്ഭവ നീതിയും ഉത്ഭവ വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുത്ത് അവൻ ആദ്യമുണ്ടായിരുന്ന സന്തുലിതമായ ആ സമന്വയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്. ഇത്രയും കാര്യമൊന്നും മനസ്സിലാക്കി വെക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഈ തളർവാദം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇതിന് പറയുന്നവരാണ് പാപ അവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മളെ വീണ്ടെടുക്കുകയാണ് യേശു ക്രിസ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ബെത്സയിദയിലെ തളർവാദ രോഗി ഈ ലോകത്തിൽ നമ്മളെല്ലാവരുടെയും പ്രതിപുരുഷനാണ്. ഓക്കെ, അവൻ സൗഖ്യം കിട്ടി. അവൻ എന്ത് ചെയ്തു? അവൻ കുളത്തിൽ ചാടേണ്ടി വന്നില്ല. അവൻ ഈ ലോകത്തിൻ്റെ സംവിധാനത്തിൽ കൂടിയല്ല അവൻ രക്ഷപ്പെടുന്നത്. അവൻ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്താൽ അവന് പരിപൂർണ്ണ സൗഖ്യം കിട്ടി. അവൻ എഴുന്നേറ്റ് ദേവാലയം റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്വർഗമാണ്, പറുദീസയാണ്. ഓക്കെ, ഈ കുളം റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ കുളവും ലോകത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന് യേശുവിൻ്റെ കാരുണ്യത്താൽ രക്ഷ പ്രാപിച്ച് അവൻ്റെ സകല ഡിസോർഡറിൽ മാറി അവൻ ദേവാലയത്തിൽ എത്തിച്ചേരുകയാണ്. സോ ഇതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കടന്നു വരാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു.